അങ്ങനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ എൽഷിക് സുനകിന്റെ കൺസൾട്ടീവ് പാർട്ടി മൂക്ക് കുത്തി വീണു. പുതിയൊരു താരോദയം ലേബർ പാർട്ടിയിൽ നിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നു. കീർ സ്റ്റാമർ എന്ന് പറയുന്ന വ്യക്തി. അങ്ങനെ ബ്രിട്ടന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രത്യേകതയുള്ള രാഷ്ട്രീയമാണ്. എന്ന് വെച്ചാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലക്ക് ബ്രിട്ടന്റെ ഭരണമാറ്റങ്ങളും അവരുടെ നയനിലപാടുകളും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ട് തന്നെയാണ്. ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. എൽഷി സുനക്കിന്റെ കൺസൾട്ടീവ് പാർട്ടി മൂക്ക് കുത്തി വീണു. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 2019 എൽഷിക് സുനക്കിന്റെ കൺസൾട്ടീവ് പാർട്ടിക്ക് 372 സീറ്റുണ്ടായിരുന്നു. 2024 അവർ 121 കൂപ്പ് കുത്തി വീണു. ലേബർ പാർട്ടിക്ക് 409 സീറ്റിലേക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. മൂന്നാമത്തെ ചില തക്കിട പാർട്ടികളും വലിയ മുന്നേറ്റം നടത്തി 71 സീറ്റ് നേടിക്കൊണ്ട് ലേബർ ഡെമോക്രാറ്റിക് പാർട്ടി മൂന്നാം സ്ഥാനം വഹിച്ചു. 650 സീറ്റാണ് അവിടെയുള്ളത്. ആ സീറ്റിൽ നിന്നാണ് ഈ വിഭജന കാര്യങ്ങളൊക്കെ നടന്നത്. ചെറിയ കക്ഷികളൊക്കെ വലിയ നേട്ടം നേടി എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ചരിത്രത്തിലൊക്കെ ആദ്യമായിട്ടാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പല ഘട്ടങ്ങളിൽ അതങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ബ്രിട്ടന്റെ ഒരു പ്രത്യേകപരമായിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതി ആയതുകൊണ്ട് കിട്ടുന്നവർക്ക് വല്ലാത്ത രീതിയിൽ കിട്ടും, കിട്ടാത്തവർ പ്രതിപക്ഷമായിട്ട് തന്നെ ഒതുങ്ങിക്കൂടും. മൂന്നാം കക്ഷികളോ അതല്ലെങ്കിൽ സ്വതന്ത്ര പാർട്ടികളോ വല്ലാത്ത രീതിയിൽ വേരട്ടം അവിടെ ഉണ്ടാവാറില്ല എന്നതാണ് അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം. എന്താണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്? ഇതിൽ പാലസ്തീൻ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വിഷയം പറയുന്നതോടനുബന്ധിച്ച് നമ്മൾ വയനാട്ടിൽ തുടങ്ങാൻ പോകുന്ന വയനാട് റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രവാസി ബിസിനസ് ട്രൂപ്പിന്റെ ഭാഗമായിട്ട് തുടങ്ങുന്നതാണ്. അതിൽ സാമ്പത്തികം മുടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന്റെ വിവര കാര്യങ്ങൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ കൃത്യമായ രീതിയിൽ പറയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങണം, എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യണം, ഇതെങ്ങനെ മുന്നോട്ട് നയിക്കണം, എന്താണ് ഇതിന്റെ ലക്ഷ്യകാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ബോധത്തോടു കൂടിയാണ് ഒരു ബിസിനസ് സംരംഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുതൽ മുടക്കേണ്ടത്. അത് ലാഭം എത്രത്തോളം ഉണ്ടാവും, എങ്ങനെയൊക്കെയാണ് അതിന് വിഹിതങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ താഴെ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കയറുകയാണ്. ഒക്ടോബർ 7 പാലസ്തീനും ഇസ്രായേലും യുദ്ധത്തിന്റെ ആരംഭം ഉണ്ടാവുന്നത്. 5000-ഓളം റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. 3000-ഓളം റോക്കറ്റുകൾ തങ്ങളുടെ രാജ്യത്ത് തകർന്നു വീണിട്ടുണ്ട് എന്നുള്ളതും നാശനഷ്ടങ്ങൾ ചെറിയ രീതിയിൽ എങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേൽ സമ്മതിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് അതിന്റെ ആരംഭം. പിന്നീടുണ്ടായിരിക്കുന്ന യാത്രയിൽ മരണപ്പെട്ടതും ദുരന്തവും കഷ്ടപ്പാടും പ്രയാസങ്ങളും അതോടനുബന്ധിച്ച് രണ്ട് രാജ്യവും അവിടുത്തെ ജനങ്ങളും അനുഭവിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകളും പാലസ്തീൻ കൂടുതലായിട്ട് അനുഭവിക്കുന്നതും അവിടെ കുട്ടികളും സ്ത്രീകളും മരണപ്പെടുന്നതും അഭയാർത്ഥി ക്യാമ്പ് പോലും ഇസ്രായേൽ ആക്രമിക്കുന്നതും പള്ളിയും ചർച്ചുകളും അടങ്ങുന്ന ദൈവിക ദേവാലയങ്ങൾ പോലും തകർത്തെറിയുന്നതുമായിരിക്കുന്ന ദുരന്തങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിന്റെയും നീണ്ട 9 മാസമാണ് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ലോകത്താകമാനമുള്ള ജനങ്ങൾ പ്രതിഷേധ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ച കാലവും ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. 1ഉം 2ഉം ലോകയുദ്ധം ഉണ്ടായ സമയത്ത് പോലും ഏകോപനത്തോടുകൂടി ലോകത്തിലുള്ള മനസാക്ഷി മുഴുവൻ ഒരേ സമയത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിട്ടേ ഇല്ല. അന്ന് അമേരിക്കയെ കുറിച്ചാണ് പറയേണ്ടെങ്കിൽ ഇന്ന് ബ്രിട്ടനെ ഇസ്രായേലിനെ കുറിച്ച് പറയണമെന്ന് മാത്രം. അപ്പൊ എന്താണ് ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും വളരെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും രീതികളും സ്വഭാവങ്ങളുമാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ തങ്ങളോട് കാണിക്കുന്നത് എന്ന് പല ഘട്ടങ്ങളിലും പാലസ്തീൻ പറഞ്ഞിട്ടും ലോകം അത് കേട്ടിട്ടില്ല. കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കയ്യിലായിരുന്നു വലിയ രീതിയിൽ അധികാരം, സാമ്പത്തിക മേൽക്കോയ്മ അവർക്കായിരുന്നു, മീഡിയകളും പത്രങ്ങളും കൈകാര്യം ചെയ്യുന്നവരായിരുന്നു, അന്താരാഷ്ട്ര മീഡിയകൾക്ക് അവർക്ക് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. യൂറോപ്യനും അമേരിക്കയും 100% ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ശരിവെച്ചിരുന്നു. അവർ കളവാണ് പറഞ്ഞെങ്കിൽ പോലും ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നിരുന്നു. അങ്ങനെ പോകുന്നു ഇസ്രായേലിന്റെയും യൂറോപ്യന്മാരുടെയും ബന്ധങ്ങളും ചരിത്രങ്ങളും. എന്നാൽ കാലോചിതപരമായുള്ള മാറ്റത്തിനനുസരിച്ച് അൽ ജസീറ പോലെയുള്ള ചാനലുകൾ അന്താരാഷ്ട്ര മേഖല കീഴടക്കിയതോടുകൂടി അല്പാൽപമായിട്ടെങ്കിലും പാലസ്തീന്റെ സത്യാവസ്ഥകൾ ലോകം അറിയാൻ തുടങ്ങി. അവരുടെ ശബ്ദം ലോകം കേൾക്കാൻ തുടങ്ങി.
എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ ആളുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒക്ടോബർ 7 ശേഷം നടന്ന എല്ലാ ഇസ്രായേലിന്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളും തെളിവോടുകൂടിയും ഫോട്ടോയോടുകൂടിയും വീഡിയോയോടുകൂടിയും ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അൽ ജസീറയ്ക്ക് സാധിച്ചു എന്നുള്ളിടത്ത് അവർ പറയുന്നതാണ്, അതായത് പാലസ്തീൻ പറയുന്നതാണ് ശരി എന്ന് ലോകം ശരിവെച്ച ഒരു പ്രത്യേകതയും ഈ ഒക്ടോബർ 7 ശേഷം നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനകീയപരമായിരിക്കുന്ന പ്രതിഷേധം നടന്ന രാജ്യം ബ്രിട്ടനാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. 10 ലക്ഷത്തോളം ജനങ്ങൾ പങ്കെടുത്ത പ്രതിഷേധമാണ് ബ്രിട്ടന്റെ തെരുവുകളിൽ ഇസ്രായേലിനെതിരെയും പാലസ്തീൻ അനുകൂലമായിട്ടും ഉണ്ടായത്. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന എൽഷിക് സുനകിനെതിരെയാണ് ഏറ്റവും വലിയ മുദ്രാവാക്യം വിളികളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമീപന നിലപാടുകൾ എങ്ങനെയാണോ അത് മുഴുവനും രൂക്ഷമായി വിമർശിക്കുകയും ലോകത്താകമാനമുള്ള രാജ്യത്തിലെ ഭരണാധികാരികൾ അമേരിക്കയും ബ്രിട്ടനെയും ഒറ്റപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് ഏറെക്കുറെ അവര് ഒറ്റപ്പെട്ട രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ബ്രിട്ടനിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് ഋഷി സുനകൻ പരാജയപ്പെടുന്ന അദ്ദേഹം ഭരണത്തിൽ നിന്ന് പിന്മാറുന്നു. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്ഥാനമൊഴിയുന്നു. ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ലേബർ പാർട്ടി അത്ര മെച്ചമുള്ള പാർട്ടി അല്ല എന്നുള്ളത് ഏറെക്കുറെ ബ്രിട്ടനിലെ മതേതര കക്ഷികൾക്കൊക്കെ അറിയാമെങ്കിൽ പോലും നിലവിലെ കൺസർവേറ്റീവ് പാർട്ടിനേക്കാൾ മെച്ചമുണ്ട് എന്നതിനാൽ ബ്രിട്ടനിൽ 6% മുസ്ലിം പോപ്പുലേഷൻ. ഈ 6% വോട്ടും യഥാർത്ഥത്തിൽ ലേബർ പാർട്ടിക്ക് കിട്ടി. മതേതരത്വ കക്ഷികളായിരിക്കുന്ന ആളുകളും സ്വതന്ത്ര കക്ഷികളായിരിക്കുന്ന ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരും എന്ന് വെച്ചാൽ മനുഷ്യാവകാശ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതിനെതിരെ യുദ്ധ രീതികൾക്കൊക്കെ എതിരായിട്ട് സംസാരിക്കുന്നവർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകന്മാർ, ആർട്സ് സ്പോർട്സിൽ രംഗത്തൊക്കെ സജീവമായിരിക്കുന്ന ആളുകൾ മുഴുവനും ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തു. അതായത് ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചു. അതിന് പാലസ്തീൻ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പാലസ്തീനായിരുന്നു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് വീണ്ടും അധികാരമേൽപ്പിക്കാൻ വേണ്ടി മെനക്കെടരുത് എന്നുള്ളിടത്തേക്ക് തന്നെയാണ് വോട്ടർമാർ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ വീണു എന്നുള്ളത് മാത്രമല്ല, ഇനി അമേരിക്ക വീഴാൻ പോകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അവിടെ വല്ലാതൊന്നും വൈകാതെ തന്നെ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ജോ ബൈഡൻ അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ട്രംപ് സജീവമായിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടന്റെ വീഴ്ച അമേരിക്കയിൽ ആഘാതം ഉണ്ടാക്കുമോ എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പാലസ്തീന്റെ പ്രശ്നം തന്നെയാണ്. പാലസ്തീനിൽ നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ആയുധപരമായിരിക്കുന്ന സഹായം നൽകുന്നുണ്ട് എന്നുള്ളതാണ് മുൻപേ ഉള്ള ആരോപണം. കപ്പൽ കണക്കിന് ആയുധങ്ങളാണ് ഓരോരോ ദിവസം എന്ന് പറഞ്ഞ പോലെ ഇവിടേക്ക് ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതും തകർക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വെടിവെപ്പ് ഉണ്ടാവുന്നുണ്ട്. പല വിഷയങ്ങളും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ടും മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഈ ഹൂത്തികൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന കാര്യമൊക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ ആ ലെവലിൽ ആ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവരെ സഹായിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും തന്നെയാണ്. അതാണ് അവരുടെ ധൈര്യം, ഇസ്രായേലിന്റെ ധൈര്യം. ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും വലിയ രീതിയിലുള്ള പ്രതിയായിട്ട് അല്ലെങ്കിൽ യുദ്ധ കുറ്റവാളിത്തം ചെയ്യുന്ന വ്യക്തിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും അവിടെ ഗസയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നത് തടയാൻ വേണ്ടി പാടില്ല, അതിന് അടിയന്തരമായിരിക്കും നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ആ കാര്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു രാജ്യം എന്ന നിലക്ക് ഒരിക്കലും എന്താവുന്നില്ല, ഇസ്രായേലിനെ ലോകം അംഗീകരിക്കുന്നില്ല. ഇതാണ് ഇവിടെ വോട്ടായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെയാണ് ബ്രിട്ടൻ പ്രധാനമന്ത്രി വീണിരിക്കുന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റിലേക്ക് ഇത് കയറിക്കൂടിയിരിക്കുന്നു. കാര്യം എന്ന് പറയുന്നത് ലോകത്ത് രണ്ടാമത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടത്തിയ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. 3 മുതൽ 6 ലക്ഷത്തോളം ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് അമേരിക്കയിൽ പാലസ്തീൻ അനുകൂലമായും ഇസ്രായേലിനെതിരായിട്ടുമുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു പങ്കാളിത്തം അവിടെ വന്നിട്ടുണ്ട്. ഈ പങ്കാളിത്തത്തിൽ നല്ലൊരു ശതമാനം മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ 100% തന്നെ പാലസ്തീൻ അനുകൂലവാദികളാണ്. അമേരിക്കയിലും അങ്ങനെയാണ്, ബ്രിട്ടനും അങ്ങനെയാണ്. അവിടെയാണ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ബ്രിട്ടൻ വീണതോടുകൂടി വലിയ ഭയപ്പാടിലാണ് അമേരിക്ക. അവിടെ ഇനി മുന്നോട്ട് കയറി നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്.
അപ്പോൾ മാത്രവുമല്ല ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ റഷ്യക്ക് പിന്തുണ നൽകുന്ന രീതിയിലാണ്. യുദ്ധം അവസാനിപ്പിക്കും, അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും, യുദ്ധവിരാമം ഉണ്ടാവും എന്ന് പറഞ്ഞതിന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തതോടുകൂടി അങ്ങനെ ഒരു അന്തർധാരയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്ത് കരാർ വ്യവസ്ഥയാണ് എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അവർ തമ്മിൽ ഇങ്ങനെ ഒരു അന്തർധാരയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ എന്ന് പറയുന്ന വലിയ ശക്തിയുള്ള രാജ്യമാണെങ്കിൽ പോലും ജനകീയപരമായിരിക്കുന്ന പ്രതിഷേധത്തിന്റെ മുമ്പിൽ അവര് വീണുടഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇനി തൊട്ടടുത്ത ദിവസം വരാൻ പോകുന്ന, അല്ലെ തൊട്ടടുത്ത ആഴ്ച വരാൻ പോകുന്ന അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്ന് രാഷ്ട്രീയപരമായിരിക്കുന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.